Hi all. Today we are going to learn the play The Importance of Being Earnest by Oscar Wilde. We are going to learn the act-wise explanation of this play. First, let us look about the author Oscar Wilde. He was born on October 16, 1854 in Dublin, that's in Ireland. Died on November 13, 1900. He believed in art for art's sake. His only novel was The Picture of the Dorian Gray. His first play, Vera, and his last play is The Importance of Being Earnest. And he himself described of this play as a play written by a butterfly for butterflies. Please note that one. ലാസ്റ്റ് പ്ലേ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണേഴ്സ്. ആൻഡ് ഓസ്കാർ വൈൽഡ് ഈ പ്ലേനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എ പ്ലേ റിട്ടൺ ബൈ എ ബട്ടർഫ്ലൈ ഫോർ ബട്ടർഫ്ലൈസ്. ഓക്കെ, പ്ലീസ് നോട്ട് ദാറ്റ് വൺ. ആൻഡ് അനദർ കോട്ട് ബൈ ഓസ്കാർ വൈൽഡ്, വി ആർ ഓൾ ഇൻ ദ ഗട്ടർ ബട്ട് സം ഓഫ് ദം ആർ ലുക്കിംഗ് അറ്റ് ദ സ്റ്റാർസ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഓസ്കാർ വൈൽഡിൻ്റെ കോട്ടാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം ഹിസ് ലാസ്റ്റ് പ്ലേ ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണേഴ്സ്. അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത് എ പ്ലേ റിട്ടൺ ബൈ എ ബട്ടർഫ്ലൈ ഫോർ ബട്ടർഫ്ലൈസ്. ചിലപ്പോൾ ചോദിക്കാം എ പ്ലേ റിട്ടൺ ബൈ എ ബട്ടർഫ്ലൈ ഫോർ ബട്ടർഫ്ലൈസ് എന്ന്. ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് എന്ന പ്ലേയെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് ആരാന്ന് വേണേൽ ചോദിക്കാം. ഓക്കെ, അന്നേരം ഓർത്ത് വെച്ചോണം ദ ഓതർ ദ പ്ലേ റൈറ്റ് ഇറ്റ് സെൽഫാണ് അത് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓസ്കാർ വൈൽഡ്. And these are some of the works by Oscar Wilde. The Picture of the Dorian Gray, only novel written by Oscar Wilde ആണ്. A woman of no importance, an ideal husband, deep profoundly എന്ന് പറഞ്ഞ വർക്ക് എഴുതിയത് when he was present. House of Pomegranate, The Selfish Giant, and കളക്ഷൻ ഓഫ് വൈൽഡ്സ് ഫേവറേറ്റ് ടെയിൽ കംസ് അണ്ടർ ദ ടൈറ്റിൽ. ആ ടൈറ്റിൽ ഒന്ന് നോട്ട് ചെയ്തോണം. ഹാപ്പി പ്രിൻസ് ആൻഡ് അതർ ടെയിൽസ്. ഹാപ്പി പ്രിൻസ് ആൻഡ് അതർ ടെയിൽസ് ആണ് ഓസ്കാർ വൈൽഡിൻ്റെ കളക്ഷൻ ഓഫ് ടെയിൽസ്. ആൻഡ് ഈ ഒരു കളക്ഷനിൽ 10 സ്റ്റോറീസ് വരുന്നുണ്ട്. ഹാപ്പി പ്രിൻസ് ആൻഡ് അതർ ടെയിൽസ്. ഓക്കെ, നൗ ലെറ്റ് us ലുക്ക് അബൌട്ട് ദ ഓവർവ്യൂ ഓഫ് ദിസ് പ്ലേ. ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റിനെ കുറിച്ച്. ഏണസ്റ്റിൻ്റെ സ്പെല്ലിങ് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, EA ഉണ്ട്. പ്ലീസ് നോട്ട് ദാറ്റ് വൺ. ആൻഡ് ഫുൾ ടൈറ്റിൽ ഓഫ് ദിസ് പ്ലേ ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്, എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ. ഇത് ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് ദ ഫുൾ ടൈറ്റിൽ ഓഫ് ദിസ് പ്ലേ? ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്, എ ട്രിവിയൽ കോമഡി ഫോർ സീരിയസ് പീപ്പിൾ എന്നാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് വാസ് റിട്ടൺ ബൈ, ആസ് വി ഓൾ നോ, ഓസ്കാർ വൈൽഡാണ് ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വിക്ടോറിയൻ നോവലാണ്. ജോണർ ഈസ് കോമഡി ഓഫ് മാനേഴ്സ് ആണ്. എ കോമഡി ഇൻ 3 ആക്ട്. ത്രീ ആക്ട് പ്ലേ ആണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ്. ആൻഡ് ഇറ്റ്സ് എ സോഷ്യൽ കോമഡി സറ്റയറുമാണ്. ആൻഡ് ഇറ്റ് വാസ് ഫസ്റ്റ് പെർഫോംഡ്, ഡേറ്റ് ഓർത്ത് വെച്ചോണം, February 14, 1895 അറ്റ് സെൻറ്റ് ജെയിംസ് തിയേറ്റർ, ലണ്ടൻ. തിയേറ്ററിൻ്റെ നെയിം ഓർത്ത് വെച്ചോണം. സെൻറ്റ് ജെയിംസ് തിയേറ്ററിലാണ് ഈ പ്ലേ ഫസ്റ്റ് പെർഫോം ചെയ്തത്. ആൻഡ് സെറ്റിംഗ് ടൈം 1890s സെഞ്ച്വറി, ആ ഒരു ടൈമിലെ പ്ലേ ആണ്. സെറ്റിംഗ് പ്ലേസ് ലണ്ടൻ ആൻഡ് ഹെർട്ട്ഫോർഡ്ഷയർ. രണ്ട് പ്ലേസ് ഈ ഒരു പ്ലേയിൽ വരുന്നുണ്ട്. ദാറ്റ് ഈസ് ലണ്ടൻ ആൻഡ് ഹെർട്ട്ഫോർഡ്ഷയർ എന്നും പറഞ്ഞൊരു പ്ലേസും. ഓക്കെ, തീം ഐഡൻറ്റിറ്റി, സോഷ്യൽ സറ്റയർ, മാരേജ്, ഡിസെപ്ഷൻ. ഓക്കെ, അന്നേരം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം ഫുൾ ടൈറ്റിൽ, ജോണർ, എ കോമഡി ഇൻ 3 ആക്ട് പ്ലേ ആണ് നോട്ട് ചെയ്തോണം. ഫസ്റ്റ് പെർഫോം ചെയ്ത തിയേറ്റർ നോട്ട് ചെയ്തോണം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഓഫ് ദിസ് പ്ലേ. ഫസ്റ്റ് വൺ, ജാക്ക് വർത്തിങ്, പ്രൊട്ടാഗണിസ്റ്റ് ആണ്. ജാക്ക് വർത്തിങ് നോൺ ആസ് ഏർണസ്റ്റ് ബൈ ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ടൗൺ ആൻഡ് ജാക്ക് ബൈ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേഷൻസ് ഇൻ ദ കൺട്രി. ഈ ഒരു പ്ലേയിൽ ജാക്ക് വർത്തിങ്ങിന് 2 നെയിമുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ്
ഏണസ്റ്റ് എന്ന പേരിൽ ലണ്ടനിൽ അറിയപ്പെടും ജാക്ക് വോർത്തിങ്. ആൻഡ് ജാക്ക് എന്ന് പറയുന്ന പേരിൽ കൺട്രി സൈഡിൽ അറിയപ്പെടും. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ആൽജർണൻ മോൺക്രീഫ്. സെക്കൻഡ് ഹീറോ ഓഫ് ദിസ് പ്ലേ ജാക്ക് വോർത്തിങ്ങിൻ്റെ ഫ്രണ്ടാണ്. നെവ്യൂ ഓഫ് ലേഡി ബ്രാക്നൽ ആൻഡ് കസിൻ ഓഫ് ഗവൻഡോലൻ ഫെയർഫാക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ഗ്വെൻഡോലൻ ഫെയർഫാക്സ്. ഗ്വെൻഡോലൻ ഫെയർഫാക്സ് എന്ന് പറയുന്നത് ആൽജർണൻ്റെ കസിനാണ്. ഓക്കെ, ആൻഡ് ലേഡി ബ്രാക്നലിൻ്റെ ഡോട്ടറാണ്. മാത്രമല്ല ഗ്വെൻഡോലൻ ഈസ് ഇൻ ലവ് വിത്ത് ജാക്ക്. ജാക്കുമായിട്ട് ഗ്വെൻഡോലൻ ഇഷ്ടത്തിലാണ്. ഹൂ ഷീ നോസ് ആസ് ഏണസ്റ്റ്. ജാക്കിനെ ഏണസ്റ്റായിട്ടാണ് ഗ്വെൻഡോലന് അറിയുന്നത്. ബിക്കോസ് ജാക്ക് ലണ്ടനിൽ ഏണസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അത് സ്റ്റോറിയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് സിസിലി കാർഡ്യൂ. ജാക്സ് വാർഡാണ്. ജാക്കിൻ്റെ വാർഡാണ് സിസിലി കാർഡ്യൂ. ഓക്കെ, ദാറ്റ് മീൻസ് സിസിലിയെ ഗാർഡ് ചെയ്യുന്നത് ജാക്കാണ്. ദ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് ദ ഓൾഡ് ജെൻറ്റിൽമാൻ ഹു ഫൗണ്ട് ആൻഡ് അഡോപ്റ്റഡ് ജാക്ക് വെൻ ഹി വാസ് എ ബേബി. ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് റീഡ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ക്യാരക്ടേഴ്സ് പറഞ്ഞു പോവുകയാണ്. ലേഡി ബ്രാക്നൽ എന്ന് പറഞ്ഞാൽ ഗ്വെൻഡോലൻ്റെ മദറാണ് ആൻഡ് ആൽജർണൻ്റെ ആൻറ്റിയാണ്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് മിസ് പ്രിസം. മിസ് പ്രിസം എന്ന് പറഞ്ഞാൽ സിസിലിയുടെ ഗവർണേഴ്സാണ്. ഓക്കെ, സിസിലിയെ നോക്കാൻ നിർത്തിയതാണ് മിസ് പ്രിസത്തിനെ. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് റവറൻറ്റ് കാനോൻ ചോസുബൽ. ഓക്കെ, ഹി ഈസ് ദ rector on Jack's estate. And he is a country reverend who is known publicly for his work in the church. ചർച്ചിലുള്ള വർക്കിനാണ് റവറൻറ്റ് കാനോൻ ചോസ്ബെൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഹീസ് ദ റെക്ടർ. ആ ഒരു എസ്റ്റേറ്റിലെ റെക്ടറാണ്. മാത്രമല്ല ചർച്ചിലെ ഒരു പുരോഹിതൻ എന്ന് പറയാം. ഓക്കെ, അതായിരുന്നു റവറൻറ്റ് കാനോൻ ചോസബൽ. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് ലെയ്ൻ. ലെയ്ൻ എന്ന് പറഞ്ഞാൽ ആൽജർണൻ്റെ സെർവൻ്റാണ്. ആൻഡ് ആക്ട് 1 വരുന്നൊരു ക്യാരക്ടറാണ്. ഓക്കെ, ആൽഗി എന്നാണ് നമ്മുടെ ഈ പ്ലേയിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്യാരക്ടർ ഈസ് മേരിമാൻ. മേരിമാനും സെർവൻ്റാണ് അറ്റ് ജാക്സ് എസ്റ്റേറ്റ്. ജാക്കിൻ്റെ എസ്റ്റേറ്റിലെ സെർവൻ്റാണ് മേരിമാൻ. ദാറ്റ് ഈസ് മാനർ ഹൗസിലെ. ഓക്കെ, മാനർ ഹൗസാണ് ജാക്കിൻ്റെ എസ്റ്റേറ്റ്. അവിടുത്തെ സെർവൻ്റാണ് മേരിമാൻ. ആൻഡ് നെക്സ്റ്റ് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. ബിഹൈൻഡ് ദ സീൻ ക്യാരക്ടേഴ്സാണ്. ആൻഡ് ഇവരൊന്നും സ്റ്റേജിൽ വരത്തില്ല. ആ ക്യാരക്ടേഴ്സാണ് മിസ്റ്റർ തോമസ് കാർഡ്യൂ, ദാറ്റ് ഈസ് സിസിലീസ് ഫാദർ. And next character is Mrs. Moncrief, that is Lady Bracknell's sister. Lord Bracknell, that is Lady Bracknell's husband. And last character is General Moncrief, that is husband of Mrs. Moncrief. ഇവരൊന്നും സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്യത്തില്ല. ഒന്നെങ്കിൽ ഇവർ മരിച്ച ക്യാരക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ ബിഹൈൻഡ് ദ സീനിലുള്ള ക്യാരക്ടേഴ്സാണ്. ഇവരുടെ പേരുകൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അന്നേരം ക്യാരക്ടേഴ്സ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ആക്ട് വൈസ് എക്സ്പ്ലനേഷൻ നോക്കാം. ആക്ട് 1 ഞാൻ ഇതിൻ്റെ സ്റ്റോറി പറയാം. ആൻഡ് യു ക്യാൻ റീഡ് ദിസ് വൺ ഓൾസോ. ഓക്കെ, ആക്ട് 1 നടക്കുന്നത് ആൽജറൻ മോൺക്രീഫിൻ്റെ ഫ്ലാറ്റിലാണ് അറ്റ് ഹാഫ് മൂൺ സ്ട്രീറ്റ് ഇൻ ലണ്ടൻ. അവിടെയാണ് ആക്ട് 1 സംഭവിക്കുന്നത്, ലണ്ടൻ. ഓക്കെ, ആൻഡ് ആൽജി അവിടെ ഇരുന്ന് പിയാനോ വായിക്കുകയാണ്. ആൻഡ് ഹി നോസ് ദാറ്റ് ആൻഡ് അഗസ്റ്റ ആൻഡ് ഗ്വെൻഡോലൻ ഫെയർഫാക്സ് ബോത്ത് ആർ കമ്മിങ്. അവർ രണ്ടുപേരും വരുന്നുണ്ടെന്ന് ആൽജറൻ മോൺക്രീഫിന് അറിയാം. ആൽജറൻ മോൺക്രീഫ് അവിടെ നിന്ന് പിയാനോ വായിക്കുകയാണ്. ഓക്കെ, ആൻഡ് അഗസ്റ്റ എന്ന് പറഞ്ഞാൽ ലേഡി ബ്രാക്നലിൻ്റെ അനദർ നെയിമാണ്. ലേഡി ബ്രാക്നൽ മീൻസ്
നമ്മുടെ ഗ്വെൻഡലൻ്റെ മദറാണ്. ആൻഡ് അഗസ്റ്റിയും ഗ്വെൻഡലനും വരുന്നുണ്ടെന്ന് ആൽജിക്ക് അറിയാം. ആൽജി അവിടെ ഇരുന്ന് പിയാനോ വായിക്കുകയാണ്. ആൽജി വളരെ റിലാക്സ് ആയിട്ടായിരുന്നു ഇരുന്ന് പിയാനോ വായിക്കുന്നത്. ആ സമയത്ത് ആൽജിയുടെ സെർവൻ്റായ ലെയ്ൻ വന്ന് പറയുന്നുണ്ട്, ജാക്കിൻ്റെ പേര് ഏണസ്റ്റ് എന്നാണ്. ഓക്കെ, ഇൻ ലണ്ടനിൽ ജാക്കിൻ്റെ പേര് ഏണസ്റ്റ് എന്നാണ്. അന്നേരം ലെയ്ൻ വന്ന് പിയാനോ വായിച്ചുകൊണ്ടിരിക്കുന്ന ആൽജനോട് പറയുന്നു ജാക്ക് വരുന്നുണ്ടെന്ന്. ജാക്കിന് ദാറ്റ് മീൻസ് ജാക്ക് ഇൻ ലണ്ടനിൽ ഏണസ്റ്റ് എന്നറിയപ്പെടുന്ന ജാക്കിന് ആൽജിയുടെ കസിനായ ഗ്വെൻഡലനെ ഇഷ്ടമാണ്. അന്നേരം അവളോട് ഇഷ്ടം പറയാൻ വേണ്ടിയാണ് കൺട്രി സൈഡിൻ്റെ പേര് ഹെർട്ട്ഫോർഡ്ഷയർ എന്നാണ്. കൺട്രി സൈഡിൽ നിന്നും ലണ്ടനിലേക്ക് വന്നത്. ഓക്കെ, ആൻഡ് സിസിലി മീൻസ് നമ്മുടെ ജാക്ക് നോക്കുന്ന കുട്ടിയാണ്. ഓക്കെ, ജാക്കിൻ്റെ വാർഡായ സിസിലിയോട് പറഞ്ഞിട്ടാണ് അവിടുന്ന് വരുന്നത്. കൺട്രി സൈഡിൽ ഉള്ളവരോട്, അതായത് സിസിലിയോട് പറഞ്ഞേക്കുന്നത് തനിക്ക് നോട്ടിയായ ഒരു ബ്രദർ ഉണ്ടെന്നും അവൻ കുറേ നോട്ട്നെസ് കാരണം അവനുണ്ടാക്കുന്ന പ്രോബ്ലംസ് പരിഹരിക്കാനാണ് ഞാൻ ലണ്ടനിലേക്ക് പോകുന്നതെന്നുമാണ് ജാക്ക് കൺട്രി സൈഡിലുള്ളവരോടും സിസിലിയോടും പറഞ്ഞിരിക്കുന്നത്. സോ ദ ഇമാജിനറി ബ്രദേഴ്സ് നെയിമാണ് ഏണസ്റ്റ് എന്ന്. ജാക്ക് ലണ്ടനിൽ ഏണസ്റ്റ് എന്നൊരു പേരിലാണ് പോയിരിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ കൺട്രി ഉള്ളവരോട് പറഞ്ഞിരിക്കുന്നത് തനിക്കൊരു ബ്രദറുണ്ട്, വളരെ നോട്ടിയാണ്. ആ ബ്രദറിന് ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് പരിഹരിക്കാനാണ് ഞാൻ ലണ്ടനിൽ പോകുന്നതെന്നും ആ ഒരു ഇമാജിനറി ബ്രദർ, ഓക്കെ, അങ്ങനൊരു ബ്രദർ ജാക്കിനില്ല, ആ ഒരു ഇമാജിനറി ബ്രദറിന് ഇട്ടേക്കുന്ന പേരാണ് ഏണസ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് ജാക്ക് കൺട്രി സൈഡിൽ പറഞ്ഞിരിക്കുന്നത്. സോ ജാക്ക് സിറ്റിയിലേക്ക് വരുമ്പോൾ സ്വന്തമായിട്ട് വിളിക്കുന്ന പേരാണ് ഏണസ്റ്റ് എന്ന്. ഗ്വെൻഡലന് ഇഷ്ടപ്പെട്ട പേരായിരുന്നു ഏണസ്റ്റ് എന്ന്. അതിനാലാണ് ജാക്ക് സിറ്റിയിൽ വരുമ്പോൾ ഏണസ്റ്റ് എന്ന പേര് സ്വീകരിച്ചത്. ഏണസ്റ്റ് ലേഡി ബ്രാഗ്നിൽ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തി. ലെയ്ൻ എന്ന് പറഞ്ഞാൽ ആൾജനോൻ്റെ സെർവൻ്റാണ്. ലെയ്ൻ ആണെങ്കിൽ അഗസ്റ്റിക്ക്, അതായത് ലേഡി ബ്രാഗ്നലിന് കുക്കുംബർ സാൻഡ്വിച്ച് ഉണ്ടാക്കി. ബിക്കോസ് ഷീ ലൈക്സ് ഇറ്റ്. അങ്ങനെ സാൻഡ്വിച്ച് ഏണസ്റ്റിൻ്റെ ആൾജിയുടെയും മുന്നിൽ കൊണ്ട് വെച്ച് ലെയ്ന് ഈ സാൻഡ്വിച്ച് ഏണസ്റ്റിൻ്റെ ആൾജിയുടെയും മുന്നിൽ കൊണ്ട് വെച്ചു. അങ്ങനെ ദാറ്റ് മീൻസ് ആൾജിനോൺ ഈ സാൻഡ്വിച്ച് മുഴുവനും കഴിച്ചു. നമ്മുടെ ഏണസ്റ്റ് ഉണ്ടല്ലോ, ജാക്ക് ബിക്കംസ് വെരി ഹാപ്പി ബിക്കോസ് ഗ്വെൻഡലൻ ഈസ് അറൈവിങ്. ഗ്വെൻഡലൻ വരുന്നതിനാൽ ജാക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ഹി വാണ്ട്സ് ടു പ്രൊപ്പോസ് ഹെർ. ജാക്കിന് ഗ്വെൻഡലനെ പ്രപ്പോസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ആൾജിയും ഏണസ്റ്റും ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുക്കുംബർ സാൻഡ്വിച്ചൊക്കെ കഴിച്ച ആൾജി ഇരിക്കുന്നത്. അങ്ങനെ ഇവർ ആൾജിയും ഏണസ്റ്റും ദേ ടോക്കിംഗ്. ഈ ടൈമിൽ ഏണസ്റ്റിൻ്റെ പോക്കറ്റിൽ ഒരു സീക്രട്ട് കേസ് ആൾജി കാണും. അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫ്രം ലിറ്റിൽ സിസിലി വിത്ത് ഹെർ ഫോണ്ടസ്റ്റ് ലവ് ടു ഹെർ ഡിയർ അങ്കിൾ ജാക്ക്. ഒന്നും കൂടെ ഞാൻ റീഡ് ചെയ്ത്. ഫ്രം ലിറ്റിൽ സിസിലി വിത്ത് ഹെർ ഫോണ്ടസ്റ്റ് ലവ് ടു ഹെർ ഡിയർ അങ്കിൾ ജാക്ക്. ഇതായിരുന്നു ആ സീക്രട്ട് കേസിൽ എഴുതിയിരിക്കുന്ന വേർഡ്സ്. ഇത് കാണുമ്പോൾ ആൾജിക്ക് ഡൗട്ടാവും, ജാക്കിൻ്റെ സീക്രട്ട് കേസ് എന്തിനാണ് ഏണസ്റ്റ് കൊണ്ട് നടക്കുന്നത്, ജാക്കിൻ്റെ സീക്രട്ട് കേസ് എന്തിനാണ് ഏണസ്റ്റ് കൊണ്ട് നടക്കുന്നതെന്ന് ഡൗട്ട് ആൾജിക്കാവും. അങ്ങനെ ആൾജി ഇത് ചോദിക്കുകയും ചെയ്യും, ആരാണ് ജാക്ക് എന്ന് ഏണസ്റ്റിനോട് ചോദിക്കും. ഏണസ്റ്റ് അന്നേരം ജാക്കിനോട് ചോദിക്കും, ഒരു ഫ്രണ്ടായ നീ എന്തിനാണ് എൻ്റെ ജാക്കറ്റ് നോക്കുന്നത്? അറ്റ് ദാറ്റ് ടൈം ആൾജി പറയും, മറ്റൊരാളുടെ സീക്രട്ട് കേസ് കൊണ്ടു നടക്കുന്നത് മോശമല്ലേ?
അറ്റ് ലാസ്റ്റ് ആൽജി ഇങ്ങനെ പറയും, നീയും അറ്റ് ലാസ്റ്റ് ആൽജി നമ്മുടെ ഏണസ്റ്റിനോട് പറയും, നീയും ഗ്വെൻഡോളിനും തമ്മിലുള്ള ഇഷ്ടത്തിന് ഞാൻ കൂട്ട് നിൽക്കില്ല. നീയും ഗ്വെൻഡോളിനും തമ്മിലുള്ള ഇഷ്ടത്തിന് ഞാൻ കൂട്ട് നിൽക്കത്തില്ല. ഇത് കേൾക്കുമ്പോൾ ഏണസ്റ്റ് സത്യം പറയും. ബിക്കോസ് ഗ്വെൻഡോളിൻ്റെ കസിനാണ് ആൽജി. സോ ഇങ്ങനെ ഒരു ഗേളിൻ്റെ പേരുള്ള ഒരു സിഗരറ്റ് കേസ് കാണുമ്പോൾ ആൽജിക്ക് ഡൗട്ടാവും. അന്നേരം ആ ഒരു കാരണത്താലാണ് ആൽജി പറയുന്നത്, നീയും ഗ്വെൻഡോളിനും തമ്മിലുള്ള ഇഷ്ടത്തിന് ഞാൻ കൂട്ട് നിൽക്കില്ല. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ഏണസ്റ്റിന് സത്യം പറയേണ്ടി വരുന്നത്. അങ്ങനെ ഏണസ്റ്റ് സത്യം പറയും, ഞാൻ തന്നെയാണ് ജാക്ക്, എൻ്റെ കൺട്രി സൈഡ് നെയിമാണ് ജാക്ക് ആൻഡ് മൈ ഇമാജിനറി നെയിം ഈസ് ഏണസ്റ്റ് ഉള്ള സത്യം ജാക്ക് തുറന്നു പറയും. ഓക്കെ, ദെൻ ഹൂ ഇസ് സിസിലി? ആൽജി ചോദിക്കും, ദെൻ ഹൂ ഇസ് സിസിലി? എൻ്റെ കസിനെയാണ് നീ മാരേജ് ചെയ്യാൻ പോകുന്നത്, അതായത് ഗ്വെൻഡോളിനെ. ദെൻ ഹൂ ഇസ് സിസിലി? ബട്ട് സിസിലിയെക്കുറിച്ച് പറയാൻ ജാക്കിന് ഒട്ടും താല്പര്യമില്ലെന്ന്. സോ ഹി സെഡ്, സിസിലി തൻ്റെ ആണ്ടാണ്. ഇത് കേൾക്കുമ്പോൾ ആൽജിക്ക് ഭയങ്കര ചിരി വരും. അതിൽ ലിറ്റിൽ സിസിലി എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. സോ അത് ആൻഡ് അല്ല. സോ ടെൽ മീ. ഒരു മാർഗവും ഇല്ലാതെ അങ്ങനെ ജാക്ക് സത്യങ്ങൾ തുറന്നു പറയുന്നു. സിസിലി എൻ്റെ വാർഡാണ്. അവളുടെ അച്ഛൻ മരിച്ചുപോയി. ആ സമയത്ത് അദ്ദേഹം അവളെ എന്നെ ഏൽപ്പിച്ചു. ഏണസ്റ്റ് എന്ന ഇമാജിനറി നെയിമിലാണ് ഞാൻ ഈ നഗരത്തിൽ വരുന്നത്. എല്ലാ സ്റ്റോറിയും ജാക്ക് ആൽജിയോട് തുറന്നു പറയുന്നു. എന്നിട്ട് ആൽജി ഈ സ്റ്റോറി കേട്ടിട്ട് സിസിലിയുടെ ഏജ് ചോദിക്കുന്നുണ്ട്, ഹൗ ഷീ ലുക്സ് ലൈക്ക് എന്നൊക്കെ ജാക്കിനോട് ചോദിക്കുന്നുണ്ട്. ഈ ടൈമിൽ അവിടെ ഒരു കോളിംഗ് ബെല്ല് റിങ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലേഡി ബ്രാക്നൽ ആൻഡ് ഗ്വെൻഡോളിൻ. അവർ വന്നതാണ്. ആൽജിയും ജാക്കും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഡി ബ്രാക്നൽ വരുമ്പോൾ ഇവർ എഴുന്നേൽക്കുന്നുണ്ട്. ലേഡി ബ്രാക്നലിന് ജ്യൂസ് കൊടുക്കുമ്പോൾ ലേഡി ബ്രാക്നൽ ചോദിക്കുന്നു, സാൻഡ്വിച്ച് എന്തേന്ന്? ആൽജി പറയും, കുക്കുംബർ കിട്ടിയില്ല, സോ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ആക്ച്വലി ആൽജി ആ സാൻഡ്വിച്ച് കഴിച്ചിരുന്നു. ആൽജി ലേഡി ബ്രാക്നലിനോട് മ്യൂസിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് മ്യൂസിക്കൽ റൂമിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോകാനൊരു കാര്യം, ജാക്കിനും ഗ്വെൻഡോളിനും തമ്മിൽ സംസാരിക്കാൻ ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുത്തത്. ഈ ടൈമിൽ ജാക്ക് അല്ലെങ്കിൽ ഏണസ്റ്റ്, ജാക്കിൻ്റെ മറ്റൊരു പേരാണല്ലോ ഏണസ്റ്റ്. ഈ ടൈമിൽ ജാക്ക് ഗ്വെൻഡോളിനെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഗ്വെൻഡോളിനാണ് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. അതിലുപരി എനിക്ക് നിങ്ങളുടെ നെയിം ഏണസ്റ്റ് എന്ന നെയിമിനോടുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് കൂടുതൽ. നിങ്ങളുടെ പേര് ഏണസ്റ്റ് എന്നല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഇഷ്ടം എനിക്ക് കാണില്ലായിരുന്നു. ഇത് കേട്ട് ജാക്ക് ആകെ ഞെട്ടുകയാണ്. ബിക്കോസ് ജാക്കിൻ്റെ ഒറിജിനൽ നെയിം ജാക്ക് എന്നാണ്, അല്ലാതെ ഏണസ്റ്റ് എന്നല്ല. അങ്ങനെ ഇവർ പ്രപ്പോസ് ചെയ്യുന്ന സീൻ ലേഡി ബ്രാക്നൽ കാണുന്നു. ലേഡി ബ്രാക്നൽ വളരെ ദേഷ്യത്തോടെ ജാക്കിനോട് ചോദിക്കുന്ന ഗ്വെൻഡോളിനെ ഇഷ്ടമാണോ എന്ന്. അതിന് ആൻസർ കൊടുക്കുന്നത് ഗ്വെൻഡോളിനാണ്. എനിക്ക് ഏണസ്റ്റിനെ ഇഷ്ടമാണ്, അതിലുപരി ആ നെയിം എനിക്കിഷ്ടമാണ്. സോ ഐ വുഡ് ലൈക്ക് ടു മാരി ഏണസ്റ്റ് എന്നും ഗ്വെൻഡോളിൻ പറയുന്നു. ലേഡി ബ്രാക്നൽ ഏണസ്റ്റിനോട് പല കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് എത്ര സമ്പാദ്യം ആണുള്ളത്? അന്നേരം ഏണസ്റ്റ് പറയുന്നു, ഞാനൊരു ഓർഫനാണ്, എനിക്ക് സമ്പാദ്യം ഒന്നുമില്ല. എന്നെ തോമസ് കാർഡ് എന്നൊരു ആൾ എടുത്ത് വളർത്തിയതാണ്. അന്നേരം അടുത്തതായി ലേഡി ബ്രാക്നൽ ചോദിക്കുന്നത് എബൌട്ട് ഹിസ് ജോബ്, ഏണസ്റ്റിൻ്റെ ജോബ് എന്താണ്, അതായത് ജാക്കിൻ്റെ ജോബ് എന്താണെന്ന്. അന്നേരം ജാക്ക് പറയും, എനിക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല, കൺട്രി സൈഡിലൊരു എസ്റ്റേറ്റ് നോക്കി നടത്തുന്നു. ആ എസ്റ്റേറ്റ് ഒന്നും
എൻ്റേതല്ല, ധൈര്യമായി പറയാൻ എനിക്ക് ഒരു ജോബൊന്നും ഇല്ലെന്ന് പറയുന്നു. അങ്ങനെ ലേഡി ബ്രാക്നൽ ജാക്കിനോട് പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തുണ്ടെന്ന് ചോദിക്കുന്നു. എന്താണ് നിങ്ങൾക്ക് സ്വന്തമായി ഉള്ളതെന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരമായി ജാക്ക് പറയും, എനിക്ക് സ്വന്തമായിട്ടൊരു ഹാൻഡ് ബാഗാണ് ഉള്ളത്. ആൻഡ് ഹാൻഡ് ബാഗിൽ വെച്ചാണ് എന്നെ കളഞ്ഞു കിട്ടിയത് അറ്റ് വിക്ടോറിയ സ്റ്റേഷൻ. ആ സ്റ്റേഷൻ്റെ നെയിം ഒന്ന് ഓർത്തേക്ക് വെച്ചേക്കണേ. ജാക്കിനെ കളഞ്ഞു കിട്ടിയ സ്റ്റേഷനാണ് വിക്ടോറിയ സ്റ്റേഷൻ. ആ ഹാൻഡ് ബാഗാണ് ഞാൻ സ്വത്ത് പോലെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നത്. ഇത് കേട്ട് ലേഡി ബ്രാക്നലിന് ആകെ ദേഷ്യം വന്നു. ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഞാൻ എൻ്റെ മകളെ കൊടുക്കില്ല. ദേഷ്യം കൊണ്ട് ലേഡി ബ്രാക്നൽ റൂം വിട്ടു പോകുന്നു. ആ സമയം ഗ്വെൻഡലൻ ഏർണസ്റ്റിനോട് പറയുന്നു, ഐ ലവ് യു. ഏർണസ്റ്റ് തിരിച്ചു. ഗ്വെൻഡലൻ ഏർണസ്റ്റിനോട് പറയുന്നു കൺട്രി സൈഡ് അഡ്രസ്സ് തരാൻ. ഗ്വെൻഡലൻ അങ്ങോട്ട് വരാമെന്നും ഇനി ഒരിക്കലും ലേഡി ബ്രാക്നൽ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നും പറയുന്നു. നമ്മൾ തമ്മിൽ കാണാൻ സമ്മതിക്കില്ല. ഞാൻ ഏർണസ്റ്റിൻ്റെ കൺട്രി സൈഡിലേക്ക് വരാം. അവിടെ വെച്ച് നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്താമെന്ന് ഗ്വെൻഡലൻ പറയുന്നു ഏർണസ്റ്റിനോട്. അങ്ങനെ ഏർണസ്റ്റ് ഗ്വെൻഡലന് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. ഈ അഡ്രസ്സ് ആൾജി അവിടെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട്. ആൾജി തൻ്റെ പോക്കറ്റിൻ്റെ സൈഡിൽ ഈ അഡ്രസ്സ് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. ആൾജി വളരെ ഹാപ്പി ആയിരുന്നു. ബിക്കോസ് ജാക്കിൻ്റെ കൺട്രി സൈഡ് അഡ്രസ്സ് കിട്ടി. സോ ദാറ്റ് ഹി ക്യാൻ സീ സിസിലിയെ കാണാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷം ആൾജിക്കുണ്ടായി. അങ്ങനെ ലേഡി ബ്രാക്നലും ഗ്വെൻഡലനും അവിടുന്ന് പോകുന്നു. ആൾജി ഏർണസ്റ്റിനോട് പറയുന്നു, നിങ്ങൾ ശരിക്കും ഒരു ബൺബറിസ്റ്റ് തന്നെ, അതായത് നിങ്ങൾക്ക് ഡ്യുവൽ ക്യാരക്ടർ ആണെന്നും പറഞ്ഞ് കളിയാക്കുന്നു. ജാക്ക് ഏർണസ്റ്റ് എന്നൊരു പേര് സ്വീകരിച്ച പോലെ തന്നെ ആൻഡ് അഗസ്റ്റിയുടെ പ്രോഗ്രാംസിൽ നിന്ന് മാറാനായിട്ട് ഒരു ഇമാജിനറി ക്യാരക്ടർ ആൾജി ക്രിയേറ്റ് ചെയ്യും. അതാണ് മിസ്റ്റർ ബൺബറി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഓക്കെ, ഇനി നമുക്ക് ആക്ട് 2 നോക്കാം. ആക്ട് 2 നടക്കുന്നത് ജാക്കിൻ്റെ കൺട്രി എസ്റ്റേറ്റിലാണ്. ജാക്കിൻ്റെ ഹെഡ്ഫോർഡ്ഷെയറിലുള്ള മാനർ ഹൗസിൻ്റെ ഗാർഡനിലാണ് ആക്ട് 2ൻ്റെ തുടക്കം. സ്റ്റേജിൽ സിസിലി കാർഡിയും ഉണ്ട്, മിസ് പ്രിസവും ഉണ്ട്. അവരുടെ കോൺവെർസേഷൻ നടക്കുകയാണ്. മിസ് പ്രിസോ എന്ന് പറഞ്ഞാൽ സിസിലിയെ നോക്കുന്ന ഗവർണേഴ്സാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നടക്കുകയാണ്, സിസിലിയും മിസ് പ്രിസവും. സിസിലി ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ടാണ് മിസ് പ്രിസം റെഡിയായിട്ട് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അന്നേരം മിസ് പ്രിസം പറയുന്നുണ്ട്, നിൻ്റെ ബ്രദർ ജാക്ക് തിരിച്ചു വരുമ്പോഴേക്കും കുറേ കാര്യം പഠിക്കണം. അവിടേക്ക് ആ ടൈമിൽ മിസ്റ്റർ ചൊസബൽ, കാനോൻ ചൊസബൽ വരുന്നുണ്ട്. കാനോൻ ചൊസബൽ ഒരു റെക്ടറാണ്. ഈ മിസ് പ്രിസവും കാനോൻ ചൊസബലും തമ്മിലൊരു ഇഷ്ടമുണ്ട്. അവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് സിസിലിയുടെ അടുത്ത് നിന്ന് പോവുകയാണ്. മിസ് പ്രിസം ചോദിക്കുന്നുണ്ട് ചൊസബലിനോട്, നിങ്ങൾക്ക് മെച്ചുവേർഡായ ഒരു ആളെ വിവാഹം കഴിച്ചുകൂടെയെന്ന്. ആക്ച്വലി മിസ് പ്രിസം ഉദ്ദേശിക്കുന്നത് അവരെ തന്നെയാണ്. ചൊസബൽ ഒന്നും പറഞ്ഞില്ല, അതിന് ഉത്തരവായിട്ട് ചൊസബൽ ഒന്നും പറഞ്ഞില്ല. ഈ ടൈമിൽ ജാക്ക് ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുന്നു. ആൻഡ് ഹിസ് എൻട്രി ഓൺ സ്റ്റേജിലേക്ക് ജാക്ക് വരുന്നുണ്ട്. ജാക്ക് ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ജാക്കിനൊരു ഉദ്ദേശമുണ്ട്. ജാക്കിൻ്റെ മനസ്സിൽ ജാക്ക് കരുതുന്നത് ഇനി ഒരു ഡബിൾ പ്ലേ വേണ്ടല്ലോ. ഓക്കെ, അതായത് ജാക്ക് ഏർണസ്റ്റ് എന്നുള്ള പേര് കൊണ്ടുള്ള കാര്യം, ആ ഒരു ഉദ്ദേശം ആക്ച്വലി ജാക്ക് നിറവേറി. ജാക്കിൻ്റെ ഉദ്ദേശം ഗ്വെൻഡോലിനെ പ്രപ്പോസ് ചെയ്യുക എന്നായിരുന്നു. ഗ്വെൻഡോലിന് ഇഷ്ടപ്പെട്ട പേരാണല്ലോ ഏർണസ്റ്റ്. അതിനൊരു ഡബിൾ ക്യാരക്ടറായിട്ടായിരുന്നു ജാക്ക് ആക്ട് ചെയ്തത്. ആൻഡ് ഈ കൺട്രി സൈഡിലുള്ളവരോടും പറഞ്ഞിരുന്നത് തനിക്ക് ഏർണസ്റ്റ് എന്ന പേരുള്ള ഒരു ബ്രദറുണ്ട്, ആ ബ്രദറിനെ കാണാൻ വേണ്ടിയാണ് ലണ്ടനിൽ പോകുന്നതെന്ന്. ആക്ച്വലി ഇനി ആ ഒരു കാര്യം വേണ്ട. ഗ്വെൻഡോലൻ തൻ്റെ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്തു. ഇനി ആ ഒരു ഇമാജിനറി ക്യാരക്ടറിനെ കാണാൻ പോവാമെന്നും പറഞ്ഞ് കൺട്രി സൈഡിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അന്നേരം ജാക്കിൻ്റെ ഉദ്ദേശം ആ ഒരു ഇമാജിനറി ക്യാരക്ടർ എൻഡ് ചെയ്യുക എന്നായിരുന്നു. അതിനായിട്ടാണ് ജാക്ക് ഒരു
മോൺഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ, ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് തൻ്റെ ഇമാജിനറി ബ്രദർ മരിച്ചു എന്ന് പറയാനുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു ജാക്കിൻ്റെ വരവ്. നെക്സ്റ്റ് ഈസ് ആൽജനൻസ് എൻട്രി. സിസിലി ഡോറ് തുറക്കുമ്പോൾ ആൽജനൻ താൻ ജാക്കിൻ്റെ ബ്രദർ ഏണസ്റ്റ് ആണെന്നും പറഞ്ഞ് സിസിലിയെ പരിചയപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ സിസിലിക്ക് വളരെ സന്തോഷമാകുന്നു. ബിക്കോസ് ജാക്ക് ഓൾവേസ് ടോക്സ് അബൌട്ട് ഹിസ് ബ്രദർ ഏണസ്. ജാക്ക് എപ്പോഴും തൻ്റെ ബ്രദർ ഏണസിനെ കുറിച്ച് സിസിലിയോട് പറയാറുണ്ട്. ഏണസ് എന്നൊരു നോട്ടി ബ്രദർ തനിക്കുണ്ടെന്നും അവൻ എപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുകയും ഞാനാണ്, അതായത് ജാക്കാണ് അവനെ നേർവഴിക്ക് നയിക്കുന്നതെന്നും എന്നൊക്കെ ജാക്ക് സിസിലിയോട് പറയാറുണ്ട്. എപ്പോഴും ഈ പേര് കേട്ടിട്ട് സിസിലിക്ക് ഈ പേരിനോട് അങ്ങ് വളരെ ഇഷ്ടമാണ്. സിസിലി ഈ ഒരു ഇമാജിനറി ക്യാരക്ടറിന് ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഏണസ്റ്റിനെ കണ്ടപാടെ, അതായത് ആൽജി എന്ന പേര് മാറി വന്നിരിക്കുന്ന ഏണസ്റ്റിനെ കണ്ടപാടെ സിസിലിക്ക് അങ്ങ് ആൽജിനെ ഇഷ്ടമായി. അതേ ഇഷ്ടം ആൽജിക്കും സിസിലിയോട് ഉണ്ട്. ജാക്കിൽ നിന്നുള്ള കേട്ടറിവ് മാത്രമേ ഉള്ളൂ സിസിലിക്ക്. അങ്ങനെ ആൽജിയും സിസിലിയും സംസാരിച്ചുകൊണ്ട് മാനർ ഹൗസിലേക്ക് പോകുന്നു. ഈ ടൈമിൽ ജാക്കും മാനർ ഹൗസിൽ എത്തുന്നുണ്ട്. ജാക്ക് കാണുന്നത് മിസ് പ്രിസവും ജോസബലും സംസാരിക്കുന്നതാണ്. ജാക്കിൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറിയാണ് ജാക്ക് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടാണ് ജാക്ക് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പം മിസ് പ്രിസത്തിന് ഡൗട്ട് തോന്നും. ജാക്ക് പറയും തൻ്റെ ബ്രദർ ഏണസ്റ്റ് മരിച്ചുപോയി, ഞാനാണ് അവനെ നേർവഴിക്ക് നടത്തിക്കൊണ്ടിരുന്നത്, എനിക്കറിയില്ല എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും, വാട്ട് ടു ഡു, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. സിസിലി ജാക്ക് ഇത് ഒക്കെ പറഞ്ഞുകൊണ്ട് ജാക്ക് മിസ് പ്രിസത്തിൻ്റെ അടുത്ത് ജോസബലിൻ്റെ അടുത്തും നിൽക്കുകയാണ്. ഓക്കെ, ഈ ടൈമിൽ സിസിലി ജാക്കിൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ നിങ്ങൾക്കൊരു സർപ്രൈസ് കാർഡ് തരാമെന്നും പറഞ്ഞാണ് സിസിലി ജാക്കിൻ്റെ അടുത്ത് വരുന്നത്. അങ്ങനെ ജാക്കിനെ സിസിലി ഇതും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി. ഐ വിൽ ഷോ യുവർ ബ്രദർ. ഇത് കേട്ടപ്പോൾ ജാക്ക് അകം ഞെട്ടി. അങ്ങനെ ആൽജി, ഏണസ്റ്റായി നിൽക്കുന്ന ആൽജിയെ കണ്ട് ജാക്ക് ആകെ സർപ്രൈസ് ആവും. ബിക്കോസ് ജാക്കിൻ്റെ കള്ളക്കഥ പൊളിഞ്ഞിരിക്കുകയാണ്. ജാക്ക് മിസ് പ്രിസത്തിനോടും ജോസബലിനോടും പറഞ്ഞത് തൻ്റെ ബ്രദർ മരിച്ചു പോയെന്നാണ്. ഏണസ്റ്റിൻ്റെ തൻ്റെ ബ്രദർ, സിറ്റിയിലുള്ള തൻ്റെ ബ്രദർ, നോട്ടി ബ്രദർ മരിച്ചു പോയെന്നാണ് ജാക്ക് മിസ് പ്രിസത്തിനോടും ജോസബലിനോടും പറഞ്ഞിരിക്കുന്നത്. ഇതങ്ങ് പൊളിഞ്ഞു. ബിക്കോസ് ആൽജനൻ ഏണസ്റ്റായിട്ട് വന്ന് നിൽക്കുകയാണ് തൻ്റെ മുന്നിൽ. ഓക്കെ, പക്ഷേ ഏണസ്റ്റ് നോട്ടി ക്യാരക്ടർ ആണെന്നും ജാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് ജാക്കിനെ പറ്റിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ മെനഞ്ഞ് ആരോടോ പറഞ്ഞ് വിട്ട് ജാക്കിനെ പറ്റിച്ചയാണെന്നാണ് മിസ് പ്രിസവും ജോസബലും കരുതിയത്. ദെൻ എവരി വൺ അസ്യൂംഡ്, അങ്ങനെ വിചാരിച്ചുകൊണ്ട് എവരി വൺ അസ്യൂം ദാറ്റ് ഏണസ്റ്റ് ആസ് ജാക്സ് ബ്രദർ, ഇത് ജാക്കിൻ്റെ ബ്രദർ ഏണസ്റ്റ് ആണെന്ന് എല്ലാവരും വിശ്വസിച്ചു. ഓക്കെ, സിസിലി ഏണസ്റ്റിനോട് കൂടുതൽ അറ്റാച്ച്ഡായി. ഏണസ്റ്റ്, അതായത് ആൽജി, സിസിലിയും ഏണസ്റ്റ് എന്ന ആൽജിയും കൂടുതൽ അറ്റാച്ച്ഡായി. അങ്ങനെ ആൽജി എന്ന ഏണസ്റ്റ് സിസിലിയെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സിസിലി പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഈ പേരാണ് കൂടുതൽ ഇഷ്ടം, നിങ്ങളുടെ പേര് ഏണസ്റ്റ് എന്ന പേരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ലൈക്ക് ഗ്വെൻഡലൻ സെഡ്. ഗ്വെൻഡലനും അത് തന്നെ ആയിരുന്നു ഇഷ്ടം. ജാക്ക് എന്നുള്ള പേരിലല്ലല്ലോ ഗ്വെൻഡലൻ ഇഷ്ടപ്പെട്ടത്. ഏണസ്റ്റ് എന്ന പേര് കാരണമാണ് ജാക്കിനെ ഗ്വെൻഡലൻ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെയാണ് സിസിലിക്കും ഏണസ്റ്റ് എന്ന പേരിനോടാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾ വരുന്നതിന് മുമ്പേ നിങ്ങളോട് എനിക്കൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു ജാക്കിൽ നിന്നും. ഞാനീ ഏണസ്റ്റ് എന്ന പേര് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആൽജി അന്നേരം ഇത് കേൾക്കുമ്പോൾ ആൽജി തീരുമാനിക്കും ഏണസ്റ്റ് എന്ന പേരാക്കാമെന്ന്. ഈ തീരുമാനം തന്നെയാണ് ജാക്കും ലണ്ടനിൽ നിന്ന് എടുത്തിട്ട് വന്നത്. ഗ്വെൻഡലൻ ഓൾസോ ലവ്സ് ഏണസ്റ്റ് എന്ന പേര്. ഓക്കെ, അങ്ങനെ ജോസബലിനോട് പറഞ്ഞ് ഏണസ്റ്റ് എന്ന പേരാക്കണം എന്നാണ് ജാക്ക് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ടു പേർക്കും ഏണസ്റ്റ് എന്ന പേര് വേണം. ആർക്കൊക്കെയാണ്? ആൽജിക്കും ജാക്കിനും ഏണസ്റ്റ് എന്ന പേരാക്കണം. ഇപ്പം
ജാക്ക് ജോസബലിനെ കാണാൻ വേണ്ടി പോയി. ബിക്കോസ് ജോസബലാണ് അവിടുത്തെ റെക്ടർ ഓഫ് ദ ചർച്ച്, ജോസബലാണ്. അങ്ങനെ ജാക്ക് ജോസബലിനെ കാണാൻ പോയി. ആ ടൈമിൽ തന്നെ ആൾജി സിസിലിയോട് ചോദിക്കും ഇവിടുത്തെ ചർച്ച് പേഴ്സൺ ആരാണെന്ന്. അങ്ങനെ സിസിലി പറയും ജോസബലാണ്. ഷീ സെഡ് അബൌട്ട് ജോസബൽ. ഓക്കെ, അങ്ങനെ ആൾജി പെട്ടെന്ന് തന്നെ ജോസബലിനെ കാണാൻ പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ജാക്കും അവിടെ ഉണ്ട്. അങ്ങനെ 2 പേരും ഏണസ്റ്റ് ആക്കാൻ വേണ്ടി ജോസബലിനെ കണ്ടു. ആരൊക്കെയാണ്? ജാക്കും ആൾജനനും ജോസബലിനെ കാണാൻ പോയി ഫോർ ചേഞ്ചിങ് ദർ നെയിം ടു ഏണസ്റ്റ്. ഏണസ്റ്റ് എന്ന പേരാക്കാൻ വേണ്ടി. നെക്സ്റ്റ് സീൻ നടക്കുന്നത് മാനർ ഹൗസിലാണ്. അവിടെ ഗൊണ്ടലൻ വന്നു. ഗ്വെൻഡലനും സിസിലിയും കൂടെ സംസാരിക്കുകയാണ്. അവർ വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സിസിലി പറയും എൻ്റെ എൻഗേജ്മെൻറ്റ് ഏണസ്റ്റുമായിട്ട് തീരുമാനിച്ചു. ഇത് കേൾക്കുമ്പോൾ ഗ്വെൻഡലൻ ആകെ ദേഷ്യം വരും. ഗ്വെൻഡലൻ പറയും ഞങ്ങൾ തമ്മിൽ ലവ് ആണ്, വി ആർ ഗെറ്റിംഗ് മാരിഡ്. അങ്ങനെ ഇവർ സിസിലിയും ഗ്വെൻഡലനും തമ്മിൽ ആർഗ്യുമെൻറ്റ് നടക്കും. ഈ സമയത്ത് ജാക്കും ആൽഗി അവിടെ എൻട്രി ചെയ്യുന്നു. ഇവരെ കാണുമ്പോൾ 2 പേരും ഏണസ്റ്റ് എന്ന് വിളിച്ച് ചെന്ന് ഹഗ് ചെയ്യും. സിസിലി ഹഗ് ചെയ്യുന്നത് ആൾജിനെയും ഗ്വെൻഡലൻ ഹഗ് ചെയ്യുന്ന ജാക്കിനെയുമാണ്. അന്നേരം സിസിലി ഗ്വെൻഡലിനോട് പറയും ദാറ്റ്സ് ജാക്ക്, മൈ അങ്കിൾ, മൈ വാർഡ്. ഗ്വെൻഡലൻ സിസിലിയോട് പറയും ദാറ്റ്സ് ആൾജി, മൈ ബ്രദർ. അങ്ങനെ സത്യം റിവീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. സിസിലി ഗ്വെൻഡലും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ചോദിക്കും സത്യം പറയൂ, ഹൂ ഇസ് ഏണസ്റ്റ്? ജാക്ക് അന്നേരം പറയും ആ ക്യാരക്ടർ ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്കറിയാം ഗ്വെൻഡലന് ഏണസ്റ്റ് എന്ന നെയിമിനോടുള്ള ഇഷ്ടം, സോ ഞാൻ ഏണസ്റ്റ് എന്ന നെയിം എടുത്തു. ആൾജി പറയും എനിക്ക് സിസിലിയെക്കുറിച്ച് കേട്ടപ്പോൾ കാണാൻ തോന്നി, അതിനാൽ ഞാൻ ഈ പേര് ചൂസ് ചെയ്തു. ബിക്കോസ് ജാക്കിൻ്റെ ബ്രദർ ഏണസ്റ്റ് ആണല്ലോ, ആ ഒരു പേരിൽ വന്ന് സിസിലിയെ കണ്ട്. ഓക്കെ, അതാണ് ആൾജി പറഞ്ഞത്. സോ ഇവർക്കെല്ലാവർക്കും മനസ്സിലാവും ഇതിനെല്ലാം ഒരു മെയിൻ റീസൺ ലവ് ആണ്. ആൾജിക്കും ജാക്കിനും സിസിലിയോടും ഗ്വെൻഡോലിനോടുള്ള ഇഷ്ടം കാരണമാണ് അവർ ഇങ്ങനൊരു കള്ളത്തരവും ഏണസ്റ്റ് എന്ന പേര് ചൂസ് ചെയ്തതും. സോ ഇതിനെല്ലാം ഒരു റീസൺ ലവ് ആണെന്ന് മനസ്സിലാവും. ഇതാണ് ഈ ആക്ട് 2 നടന്നത്. ഓക്കെ, ആക്ട് 3 നടക്കുന്നത് മാനർ ഹൗസിലെ ഡ്രോയിങ് റൂമിലാണ്. സിസിലിയും ഗ്വെൻഡലനും ദേഷ്യപ്പെട്ട് മാനർ ഹൗസിലെ ഡ്രോയിങ് റൂമിൽ പോയിരിക്കുന്നു. ജാക്കും ആൽഗയും അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യുമെന്ന് ആലോചിക്കുന്നു. ഇതെല്ലാം സ്നേഹം കൊണ്ടാണ് ചെയ്തത്. സിസിലിയും ഗ്വെൻഡലനും ഏണസ്റ്റ് എന്ന നെയിം ഇഷ്ടപ്പെടുന്നു. ഇനി മുതൽ ഞങ്ങൾ ഏണസ്റ്റ് എന്ന പേര് സ്വീകരിക്കും. ജോസബലിനെ അതിനായിട്ട് ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്, ചർച്ചിലും പോയി പറഞ്ഞിട്ടുണ്ട്. ജോസബലിനോട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നു. ഈ സമയത്ത് ലേഡി ബ്രാഗ്നൽ തൻ്റെ മകളായ ഗ്വെൻഡലനെ അന്വേഷിച്ച് എത്തുന്നു. അവിടെ ഹെഡ്ഫോർഡ്ഷയറിൽ എത്തുന്നു. ലേഡി ബ്രാഗ്നൽ തൻ്റെ മകളായ ഗ്വെൻഡലനെ അന്വേഷിച്ച് ഹെഡ്ഫോർഡ്ഷയറിൽ എത്തുകയാണ്. അവിടെ ലേഡി ബ്രാഗ്നൽ ആൾജി സിസിലിയെ കാണുന്നു. ഗ്വെൻഡലൻ ജാക്ക് ദാറ്റ് ഈസ് ഏണസ്റ്റിനെ കാണുന്നു. ആകെപ്പാടെ കൺഫ്യൂസ്ഡായി. അങ്ങനെ ലേഡി ബ്രാഗ്നൽ ചോദിക്കും വൈ ആൾജി ഈസ് ഹിയർ, എന്താണ് ആൾജി ഇവിടെ? അങ്ങനെ ആൾജനൻ കാര്യം പറയും. ഷീ ഫസ്റ്റ് ഒപ്പോസ്ഡ്, ആദ്യം ഇങ്ങനെ എതിർക്കും ആൾജിനെ. ആൾജി പറയും എനിക്ക് സിസിലിയെ ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം ലേഡി ബ്രാഗ്നൽ എതിർക്കുന്നുണ്ട്. അങ്ങനെ ലേഡി ബ്രാഗ്നൽ സിസിലിയുടെ സ്വത്തിനെ പറ്റിയൊക്കെ അന്വേഷിക്കും. അന്നേരം ജാക്ക് പറയും ഇത് തോമസ് കാർഡുവിൻ്റെ മകളാണ്, ഈ എസ്റ്റേറ്റ് കമ്പനി എല്ലാം സിസിലിയുടേതാണ്. ഇതറിയുമ്പോൾ ലേഡി ബ്രാഗ്നൽ കുറച്ച് കൺവിൻസ്ഡ് ആകും. ബട്ട് ഷീ ഒപ്പോസ് ജാക്ക് ഗ്വെൻഡലൻ വെഡ്ഡിങ്, ഹി ഹാസ് ഓൺലി എ ഹാൻഡ് ബാഗ് ആസ് പ്രോപ്പർട്ടി എന്ന് പറയും. അല്ലാതെ വേറെ പ്രോപ്പർട്ടി ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ തൻ്റെ മകളായ ഗ്വെൻഡലനെ ജാക്കിന് കൊടുക്കില്ലെന്ന് പറയും. അന്നേരം ജാക്ക് പറയും സിസിലിയുടെ ഗാർഡാണ് ഞാൻ. സിസിലി ആൾജി വിവാഹം നടക്കണമെങ്കിൽ ഞങ്ങളുടെ മാരേജും നടത്തി തരണം. ജാക്ക് മാരേജ് സമ്മതിക്കണമെന്ന് ജാക്ക് പറയും.
അന്നേരം ഇതിനിടയ്ക്കൂടെ ജോസബൽ ഇൻഫോം ചെയ്യും എപ്പോഴും ക്രിസ്ത്യനിങ് നെയിം ഏണസ്റ്റ് എന്ന പേര് സ്വീകരിക്കേണ്ട സമയം ജോസബൽ വന്ന് പറയും. ജാക്കിന് 5:30 കൊടുക്കും, ആൽജിക്ക് 5:45 ടൈം കൊടുക്കും. ജാക്ക് അന്നേരം ജോസബലിനോട് പറയും, ഞങ്ങൾക്ക് നെയിം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം തൽക്കാലം ഇല്ലെന്ന് പറയും. ജോസബൽ പറയും ഓക്കെ ഞാൻ പോകുന്നു, എന്നെ മിസ് പ്രിസം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ജോസബൽ പോകാനായിട്ട് ഇറങ്ങും. എന്നാൽ ലേഡി പ്രാഗ്നൽ ചോദിക്കും മിസ് പ്രിസം ഐ വാണ്ട് ടു സീ ഹർ. ആകെ ഒരു ഷോക്കായിട്ട് ചോദിക്കും മിസ് പ്രിസം, എനിക്ക് അവരെ ഒന്ന് കാണണമെന്ന് ലേഡി പ്രാഗ്നൽ പറയും. മിസ് പ്രിസം ഇത് പേടിച്ച് നിൽക്കുന്നു. ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഈസ് ലേഡി പ്രാഗ്നൽ. മിസ് പ്രിസത്തിന് മനസ്സിലാവും അത് ലേഡി പ്രാഗ്നലാണ്. അങ്ങനെ ആകെ പേടിച്ച് വരേണ്ട മിസ് പ്രിസം നിൽക്കുകയാണ്. ലേഡി പ്രാഗ്നൽ, നിങ്ങൾ പണ്ട് എൻ്റെ സിസ്റ്റർ മിസ്സിസ് മോൺക്രീഫിൻ്റെ മെയ്ഡല്ലായിരുന്നോ? മിസ് പ്രിസം പറയും യെസ്. ഓക്കെ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് ലേഡി പ്രാഗ്നൽ പറയും. 28 വർഷം മുമ്പ് നീ ഞങ്ങളുടെ ഒരു കുട്ടിയെ കൊണ്ടുപോയില്ലേ, 1 ബോയ്. മിസ് പ്രിസം, അതായത് ഇനി ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് പറയുകയാണ്. മിസ് പ്രിസം യങ് ഏജിൽ സ്റ്റോറി എഴുതുമായിരുന്നു, ബണ്ടിൽ ഓഫ് ബുക്സ്. ആ സ്റ്റോറീസ് എഴുതുമായിരുന്നു മിസ് പ്രിസം. കുറേ ബണ്ടിൽ ഓഫ് ബുക്സ് ഉണ്ടായിരുന്നു മിസ് പ്രിസത്തിന്. ആ സ്റ്റോറീസ് ഹാൻഡ് ബാഗിൽ ഇടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അറിയാതെ ഹാൻഡ് ബാഗിൽ കുഞ്ഞിനെ ഇട്ട് വിക്ടോറിയ സ്റ്റേഷനിൽ പോയി. അറിയാതാണ്, ഒരു അബദ്ധം പറ്റിയതാണ്. ബണ്ടിൽ ഓഫ് ബുക്സ് ആണെന്ന് പറഞ്ഞ് ബാഗിൽ വെച്ചത് കുട്ടിയായിരുന്നു. ആ കുട്ടി മിസ്സിസ് മോൺക്രീഫിൻ്റെ മകനാണ്. അതായത് ലേഡി പ്രാഗ്നലിൻ്റെ സിസ്റ്ററായ മിസ്സിസ് മോൺക്രീഫിൻ്റെ കുഞ്ഞിനെയാണ് ബണ്ടിൽ ഓഫ് ബുക്സ് എന്നും പറഞ്ഞ് എടുത്ത് ബാഗിലിട്ട് വിക്ടോറിയ സ്റ്റേഷനിൽ പോയത്. അറിയാതെ സംഭവിച്ചതാണ്. അങ്ങനെ ആ കുട്ടിയെ നഷ്ടപ്പെട്ടു പോയി. ആ കുട്ടി പിന്നീട് ആ കുട്ടി നഷ്ടപ്പെട്ടതോടുകൂടി മിസ് പ്രിസം തിരിച്ചവിടെ എത്തിയിട്ടില്ല. അതായത് മിസ്സിസ് മോൺക്രീഫിൻ്റെ അടുത്തേക്ക് മിസ് പ്രിസം ചെന്നിട്ടില്ല. മിസ്സിസ് മോൺക്രീഫ് എന്ന് പറഞ്ഞാൽ ലേഡി പ്രാഗ്നലിൻ്റെ സിസ്റ്ററാണ്. ഓക്കെ, മിസ് പ്രിസത്തിനെ അന്ന് മുതൽ കാണാതെയാകുന്നു. കുട്ടിയെക്കുറിച്ച് ഒരു തെളിവുമില്ല. ഇതുവരെ ആ കുട്ടീനെക്കുറിച്ച് ഒരു തെളിവുമില്ല. മിസ് പ്രിസം കുട്ടിയെ കൊണ്ട് പോയെന്നാണ് അവർ കരുതിയത്. സോ ലേഡി പ്രാഗ്നൽ ആസ്ക് ഹർ അബൌട്ട് ദാറ്റ് സൺ. ഓക്കെ, ലേഡി പ്രാഗ്നൽ വിചാരിച്ചിരുന്നത് മിസ് പ്രിസം ആ കുട്ടിയെ കൊണ്ടങ്ങ് പോയെന്നാണ്. അങ്ങനെ അതുകൊണ്ടാണ് ലേഡി പ്രാഗ്നൽ ചോദിച്ചത് മിസ് പ്രിസം അല്ലേ, ഞങ്ങളുടെ ആ കുട്ടി എവിടെയെന്ന്. ഇത് കേട്ട് ജാക്ക് പെട്ടെന്ന് ചോദിക്കുന്നു ഹാൻഡ് ബാഗിൻ്റെ അകത്തോ? ഹി റൺസ് ഇൻസൈഡ് ദ റൂം ആൻഡ് കെയിം വിത്ത് എ ഹാൻഡ് ബാഗ്. റൂമിലോട്ട് പോയിട്ട് ഒരു ഹാൻഡ് ബാഗുമായിട്ട് ജാക്ക് വരും. ഓക്കെ, ഹാൻഡ് ബാഗ് മിസ് പ്രിസം ചെക്ക് ചെയ്യുന്നു. മിസ് പ്രിസം യെസ് ദിസ് ഈസ് എ ഹാൻഡ് ബാഗ്. മിസ് പ്രിസം പറയും ഇതായിരുന്നു ആ ഹാൻഡ് ബാഗ് എന്ന്. ജാക്ക് മിസ് പ്രിസത്തെ കെട്ടിപ്പിടിച്ച് മദർ എന്ന് വിളിക്കും. മിസ് പ്രിസം പറയും നോ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. നിൻ്റെ ഫാമിലിയെക്കുറിച്ച് ലേഡി പ്രാഗ്നലിനറിയാം, അവരോട് ചോദിക്കൂ. ജാക്ക് ഞാൻ ആരാണ്? ലേഡി പ്രാഗ്നലോട് ജാക്ക് ചോദിക്കും ഞാൻ ആരാണ്? ലേഡി പ്രാഗ്നൽ നീ എൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്. അതായത് എൻ്റെ സിസ്റ്റർ മിസ്സിസ് മോൺക്രീഫിൻ്റെ മകനാണ്. 28 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാണ്. യുവർ ഫാദർ ഈസ് ആൻ ആർമി ജനറൽ, ഹിസ് നെയിം ഈസ് മിസ്റ്റർ മോൺക്രീഫ്. നിൻ്റെ ഫാദർ ഒരു ആർമി ജനറലാണ്, അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ മോൺക്രീഫ് എന്നാണ്. ജാക്ക് പണ്ടൊക്കെ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് തന്നെ ക്രിസ്ത്യൻ ചെയ്യുമായിരുന്നല്ലോ. സോ ആം ഐ ക്രിസ്ത്യൻ അറ്റ് ദാറ്റ് ടൈം? പണ്ടൊക്കെ കുട്ടികളെ ക്രിസ്ത്യൻ ചെയ്യുമായിരുന്നല്ലോ, ഞാൻ എന്നെ ക്രിസ്ത്യൻ ചെയ്തതാണോ? ലേഡി പ്രാഗ്നൽ അതെ, നിൻ്റെ ക്രിസ്ത്യനിങ് കഴിഞ്ഞിരുന്നു. യു വാസ് ദ ഫസ്റ്റ് ബോയ് ഇൻ ദ ഫാമിലി, നീയായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിലെ ഫസ്റ്റ് ബോയ്. സോ യുവർ നെയിം വാസ് യുവർ ഫാദേഴ്സ് ക്രിസ്ത്യനിങ് നെയിം ഇറ്റ്സെൽഫ്. നിൻ്റെ പേര് നിൻ്റെ അച്ഛൻ്റെ ക്രിസ്ത്യനിങ് നെയിം തന്നെയാണ്. ആൽജി അന്നേരം ആൽജി വളരെ ഹാപ്പി ആവും. ഓക്കെ, ആൽജി ടോൾഡ് ഹീ ഈസ് ജാക്സ് ബ്രദർ. ആൽജി പറയും ഞാൻ ജാക്കിൻ്റെ ബ്രദർ അന്നേരം. ബട്ട് ഇറ്റ് ബിക്കംസ് ട്രൂത്ത്. ജാക്കിൻ്റെ ബ്രദറായിട്ടാണ്
ഇവിടെ ഹെഡ്ഫോർഡ്ഷെയറിൽ മാനർ ഹൗസിൽ വന്നേക്കുന്നത്. അത് പക്ഷേ സത്യമായിരിക്കുന്നു. ഇപ്പം ആക്ച്വലി ജാക്കിൻ്റെ ബ്രദറായി. ആൾജി ജാക്കിൻ്റെ ബ്രദറാണ്, കസിൻ ബ്രദർ. ഓക്കെ. ജാക്ക് ചെക്ക്ഡ് ഹിസ് റിയൽ നെയിം ഇൻ ദ രജിസ്റ്റർ. ജാക്ക് ജാക്കിൻ്റെ ഒറിജിനൽ നെയിം രജിസ്റ്ററിൽ ചെക്ക് ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ നെയിം ഏണസ്റ്റ് ജോൺ മോൺക്രിഫ് എന്നായിരുന്നു. ഏണസ്റ്റ് ജോൺ മോൺക്രിഫ്. സോ ജാക്സ് ക്രിസ്ത്യനിങ് നെയിം ഈസ് ഏണസ്റ്റ് ജോൺ. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. ആക്ച്വലി ജാക്കിൻ്റെ ഒറിജിനൽ നെയിം ഏണസ്റ്റ് എന്നാണ്. ഓക്കെ. കാരണം തൻ്റെ ഫാദറിൻ്റെ നെയിം ഏണസ്റ്റ് ജോൺ മോൺക്രിഫ് എന്നായിരുന്നു ക്രിസ്ത്യനിങ് നെയിം. അതിനാൽ ജാക്കിൻ്റെ നെയിമും ഏണസ്റ്റ് ജോൺ എന്നാണ്. എല്ലാവരും ഹാപ്പിയായി. എവരി വൺ ബിക്കംസ് ഹാപ്പി. ഗ്വെൻഡലൻ ലവ്സ് ഏണസ്റ്റ് നെയിം ഹാപ്പൻഡ്. ഗ്വെൻഡലിന് ഏണസ്റ്റ് എന്ന നെയിം ഇഷ്ടമാണ്. അത് സംഭവിക്കുകയും ചെയ്തു. ലേഡി പ്രാഗ്നൽ ബിക്കംസ് ഹാപ്പി. ലേഡി പ്രാഗ്നലും ഹാപ്പിയായി. ആസ് ഏണസ്റ്റ് ഈസ് ഹെർ സിസ്റ്റേഴ്സ് സൺ. തൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ് ഏണസ്റ്റ് എന്ന് പറഞ്ഞ് ജാക്ക് എന്ന ഏണസ്റ്റ് തൻ്റെ സിസ്റ്ററിൻ്റെ മകനാണ്. തൻ്റെ സിസ്റ്ററിൻ്റെ മകനെയാണ് ഗ്വെൻഡലൻ ഇഷ്ടപ്പെടുന്നത്. സോ ലേഡി പ്രാഗ്നൽ ഹാപ്പിയായി. എല്ലാവരും ഹാപ്പിയായി. ഗ്വെൻഡലൻ ഹാപ്പിയായി, ലേഡി പ്രാഗ്നൽ ഹാപ്പിയായി. ആൻഡ് ഡ്രാമ എൻഡ്സ് വിത്ത് ജാക്സ് ഡയലോഗ്. ജാക്കിൻ്റെ ഡയലോഗിലാണ് ഡ്രാമ എൻഡ് ചെയ്യുന്നത്. ജാക്സ് ഡയലോഗ് ടു ലേഡി പ്രാഗ്നൽ. ഡ്രാമ എൻഡ് ചെയ്യുന്നത് ജാക്കിൻ്റെ ഡയലോഗ് ടു ലേഡി പ്രാഗ്നൽ. ഡയലോഗാണ്: Aunt Augusta, I have now realized for the first time in my life the vital importance of being earnest. The vital importance of being earnest. ഞാനിവിടെ ലാസ്റ്റ് അത് എഴുതിയിട്ടുണ്ട്. ഡ്രാമ എൻഡ്സ് വിത്ത് ജാക്ക് ഡയലോഗ് ടു ലേഡി പ്രാഗ്നൽ. Aunt Augusta, I have now realized for the first time in my life the vital importance of being earnest എന്നും പറഞ്ഞാണ് ഈ ഒരു ഡ്രാമ എൻഡ് ചെയ്യുന്നത്. I hope you understood this drama. I hope you understood this drama. Thank you.